ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും എമ്പുരാനെ കുറിച്ച് നമ്മൾ എമ്പുരാൻ റിലീസ് എന്താവും എന്നൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് റിലീസ് ആവാനിരിക്കുന്ന ബസൂക്കയെ കുറിച്ച്, ബസൂക്കയുടെ കാര്യങ്ങൾ എന്താണ്, ബസൂക്കയ്ക്ക് എങ്ങനെയാണ് റിലീസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ, അത് ബസൂക്ക എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, ബസൂക്കയുടെ ട്രെയിലർ ഇറങ്ങുമോ, അതും ടീസർ മാത്രം ഇറങ്ങി നിൽക്കുന്ന സിനിമയാണ്, അതിൻ്റെ OTT കച്ചവടങ്ങൾ നടന്നിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വിവരവും ഇല്ല. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ മോഹൻലാലിൻ്റെ എമ്പുരാനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം എമ്പുരാൻ മാത്രമല്ല, ബസൂക്കയും ഇതുപോലുള്ള സ്റ്റേജിലോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊരു സംശയമുണ്ട്. കാരണം ഇതിന് 30 ദിവസമേ റിലീസിന് ബാക്കിയുള്ളൂ. ഇതിൻ്റെ ട്രെയിലർ റിലീസായിട്ടില്ല. ട്രെയിലർ ഇത് നമുക്കിപ്പോൾ മറ്റേ എമ്പുരാനാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. അതിൻ്റെ ട്രെയിലറും സിനിമയും എല്ലാം സെൻസറിങ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഒരു ബിസിനസ്സുകളുടെ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ഇപ്പം പറയുന്നത് സോണി ഇതിന് പിന്മാറണമെങ്കിൽ അവർ മുടക്കി 75 കോടി രൂപയുടെ കൂടെ 10 കോടി രൂപ എക്സ്ട്രാ കൊടുത്താലേ അവർ പിന്മാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നൊക്കെ റൂമേഴ്സ് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വാസ്തവമില്ല. ഒരു വാസ്തവം എന്താണെന്ന് അറിയത്തില്ല. അപ്പം ബസൂക്കയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനും ഇതൊക്കെ ശരിക്കും വേണം. അപ്പോൾ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മമ്മൂട്ടി ഇപ്പം 30 ദിവസത്തേക്കുള്ള 30 ദിവസം കൂടെ ഇനി ഉള്ളൂ എന്നുള്ള പോസ്റ്ററൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ 2-3 റിലീസ് ഡേറ്റ് മാറി വന്ന സിനിമയാണ് ബസൂക്കയും. അപ്പോൾ ബസൂക്കയ്ക്ക് ഇതേപോലെ ഒരു പ്രശ്നം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ബസൂക്ക അവർ ഫെബ്രുവരി 14 റിലീസ് ചെയ്യുന്നതാണ് സരിഗം ആദ്യം അറിയിച്ചത്. പിന്നെ മമ്മൂട്ടിയുടെ ആവശ്യപ്രകാരമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ലോങ് റണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പ്രശ്നമാകും എന്നുള്ളതുണ്ട്. പക്ഷേ ലോങ് റണ്ണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഇറങ്ങി 2 ആഴ്ച കഴിയുമ്പോൾ ബസൂക്ക ഇറങ്ങിയിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നം വരുമായിരുന്നു. കാരണം 2 ആഴ്ച കൊണ്ടൊക്കെ തന്നെ ഡൊമിനിക്കിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായതാണ്. അപ്പം ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഉറപ്പായിട്ടും നമുക്ക് അവർ പറഞ്ഞ ഡേറ്റിൽ ഏപ്രിൽ 10 തന്നെ റിലീസിനെത്തും. പിന്നെ ആ സിനിമയ്ക്ക് ഭീഷണിയാവുന്ന കുറച്ച് സിനിമകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. മരണമാസം എന്ന് പറയുന്നത് നമ്മുടെ ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ പറയണ്ടല്ലോ ജനപ്രിയ നായകനായിട്ടുള്ള ബേസിൽ ജോസഫ് നായകനായിട്ട് വരുന്ന മരണമാസം എന്ന് പറയുന്ന സിനിമ അതിൻ്റെ കൂടെ തന്നെ ഏപ്രിൽ 10 ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ആലപ്പുഴ ജിംഖാന ഇറങ്ങുന്നുണ്ട്. പിന്നെ തമിഴിൽ നിന്നും അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സിനിമകളിൽ നിന്നൊക്കെ വൻ ഭീഷണിയാണ് നമ്മുടെ മമ്മൂട്ടി ചിത്രമായ ബസൂക്കയ്ക്ക് നേരിടാൻ പോകുന്നത്. കാരണം അജിത്തിൻ്റെ ചിത്രത്തിൻ്റെ ടീസറൊക്കെ വൻ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അജിത്തിൻ്റെ സിനിമ എത്രത്തോളം മുമ്പിലോട്ട് വരുമെന്ന് അറിഞ്ഞുകൂടെങ്കിൽ പോലും അതിൻ്റെ ടീസർ കാണുമ്പോഴത്തേക്ക് അതിന് ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ മരണമാസിൻ്റെ ഒരു ടീസർ എന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ആലപ്പുഴ ജിംഖാനെ കുറിച്ച് ഒരു വിവരമില്ല. അതിൻ്റെ ടീസർ വന്നിട്ടുണ്ടെന്ന് സംശയമാണ്. കാരണം ചെറിയൊരു വീഡിയോ ഗ്ലിംസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഇപ്പം കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമ്പുരാൻ റിലീസ് ആവുമില്ല എന്നുള്ള ഒരു അനിശ്ചിതത്വം നിൽക്കുന്ന കാര്യമായതുകൊണ്ട് അതിൻ്റെ സ്ഥാനത്തോട്ട് ഈ മുമ്പിലോട്ട് റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന സിനിമകളൊക്കെ ബാക്ക്വേർഡ് വരുന്നുണ്ട്, ഈ ഡേറ്റിലോട്ട് എത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 1-2 സിനിമകൾ മുമ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായേക്കാം. ഒരു ഉറപ്പില്ല. ഇതൊക്കെ വെറും റൂമേഴ്സായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമുക്കൊന്നും യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച്. നമുക്ക് അതിനകത്തുള്ള ടീമുമായിട്ട് ചെറിയ ഇതുണ്ടെങ്കിൽ പോലും ഈ റിലീസ് ഡേറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഒരു ചെയ്യൂല എന്നുള്ള കാര്യത്തിൽ നിൽക്കുന്നതിനെ കുറിച്ച് അവർക്കൊന്നും യാതൊരു ഐഡിയയും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ്. അവർക്ക് അതിന്റെ ടെക്നിക്കൽ ടീംസും അതിന്റെ ക്രൂസും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാൻ സാധിക്കില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ അറിയാന്നുള്ളത് ഇതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ, പിന്നെ പൃഥ്വിരാജ്, മോഹൻലാൽ, പിന്നെ അതുപോലുള്ള അതിന്റെ അടുത്ത് നിൽക്കുന്ന കോർ ടീംസിന് മാത്രമാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളത്. അപ്പം പറഞ്ഞു വന്നത് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഈ ഒരു അവസ്ഥ ഇല്ല. കാരണം അവർ സരിഗം എന്ന് പറഞ്ഞ സിനിമ, അവർ ചവർ പോലെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇതല്ല, ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി അല്ല. അവർ നല്ല സിനിമകൾ നോക്കി സെലക്ട് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അവർ ഇങ്ങനെ മമ്മൂട്ടിയായിട്ട് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ഏറ്റവും പെട്ടെന്ന് റിലീസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് യാതൊരു സംശയമില്ല, അത് ഉറപ്പിച്ച് തന്നെ പറയാം. ഇത് ഏപ്രിൽ 10 റിലീസാവും. അതിപ്പം ഏതൊക്കെ സിനിമ റിലീസായെന്ന് പറഞ്ഞാലും, കാരണം അതാണ് അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് മമ്മൂട്ടി ഇതേപോലെ ഒരു അപ്ഡേഷൻ കൊടുക്കുന്നത്. 30 ദിവസം കൂടി ഇനി ഉള്ളൂ എന്ന്. പക്ഷേ എൻ്റെ ട്രെയിലറൊന്നും വെളിയിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് ചെറിയ സംശയമാണ്. കാരണം 1 മാസം കൊണ്ട് 10-15 ദിവസം കിടക്കുമ്പോൾ റിലീസ് ചെയ്താൽ മതി. ഇനി മാർച്ച് 27-ാം തീയതി മാർച്ച് 26-ാം തീയതി അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ഉണ്ടെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇത്രത്തോളം വിശ്വാസ്യയോഗ്യമാണ് എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.